ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ വന്നേക്കുന്നത്. ആക്ച്വലി ഇതൊരു റിവ്യൂ വീഡിയോ മാത്രമാണ്, ബട്ട് എനിക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നി. കാരണം ഒരേ സമയം സൈലൻ്റ് ആയിട്ടുള്ള, ഒരേ സമയം പ്രീമിയം ആയിട്ടുള്ള, അതേ സമയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൗസ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി ലക്കി. സോ നമ്മുടെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ മൗസ്. കണ്ട ഒരു ഗെയിമിംഗ് മൗസ് പോലെയൊക്കെ ഉണ്ടെങ്കിലും സംഭവം ഗെയിമിംഗ് മൗസ് അല്ല. ലുക്ക് വൈസിൽ സംഭവം കണ്ടില്ലേ, പ്രീമിയം ആണ്. ബ്രാൻഡഡ് ലുക്ക് ഉണ്ട്. സ്ക്രോളിംഗ് ബട്ടൻ്റെ ഒക്കെ ലുക്ക് കണ്ടോ നിങ്ങൾ? കണ്ടില്ല, ഫിനിഷിങ് കണ്ടില്ലേ? സോ നമുക്കിതിൻ്റെ കണക്ടിവിറ്റി പരിപാടികൾ എങ്ങനെ നോക്കാം. നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊന്നെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2.4 GHz റിസീവർ നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് USB പോർട്ട് പ്ലഗ് ചെയ്താൽ നമുക്ക് നോർമലി യൂസ് ചെയ്യാം വയർലെസ് ആയിട്ട് തന്നെ. സെയിം ടൈം ബ്ലൂടൂത്തുള്ള മാക്കോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ബ്ലൂടൂത്തുള്ള ഏതെങ്കിലും സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചാർജിങ് സെഷൻ, അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ചാർജ് നിൽക്കുന്നത്, അതിൻ്റെ പോർട്ട് പരിപാടികളൊക്കെ നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ Type-C ആയിട്ടുള്ളൊരു പോർട്ടാണ്. സോ നമുക്ക് ഹൈ സ്പീഡായിട്ടുള്ള ചാർജർ മേ ബി സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും, ബട്ട് ഒരു ആവറേജ് സ്പീഡുള്ള ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു Type-C പോർട്ടാണ് ഇതിനകത്തുള്ളത്. സെയിം ടൈം 400 MHz ബാറ്ററി ഇൻബിൽട്ട് ഇതിനകത്തുണ്ട്. സോ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇനി ബാറ്ററിയുടെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. സോ നമുക്കിത് റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ കൈ പെട്ടെന്നൊന്നും മൂവ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളതിന് ടച്ച് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്ലീപ്പിലോട്ട് പോകും. സോ ഇതിൻ്റെ ബാറ്ററി അങ്ങനെ വേഗം കൂട്ടിയൊന്നും ഡ്രൈ ആവില്ല. നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 24 hours ഇത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു 5 days ആണ് ഒരു പറയുന്നത്. ബട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാത്തത് കൊണ്ട്, ചെയ്യുന്നവരുണ്ടാവും എനിക്കറിയില്ല, നമുക്കൊരു 2 weeks മുതൽ ഒരു 1 month വരെ നമുക്ക് ചാർജ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമുക്കിത് ഇനഫാണ് ഇതിൻ്റെ ബാറ്ററി. നമുക്ക് ഈ ഡിവൈസിൽ ആക്ച്വലി ഒരു 7 ബട്ടണുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ, സ്ക്രോളിൻ്റെ അകത്തൊരു പ്രസ് ബട്ടൺ ഉണ്ട്, സ്ക്രോള്, പിന്നെ നമ്മുടെ USB റീഡറും അല്ലെങ്കിൽ ബ്ലൂടൂത്തിലോട്ടും സ്വിച്ച് ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ നമുക്ക് അഡീഷണൽ ഉള്ളത് ഒരു ലെഫ്റ്റ് റൈറ്റ് ബട്ടൺ കിടക്കുന്നുണ്ട്, അതായത് ഫോർവേഡ് ബാക്ക്വേഡ് പോകാനായിട്ട്. നമ്മളിപ്പോൾ ഒരു ഫോൾഡറിൻ്റെ അകത്തോട്ട് പോയി നമുക്ക് ബാക്ക് അടിക്കണമെങ്കിൽ ബാക്കിലോട്ട് പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഈ 2 ബട്ടണിൽ താഴെയുള്ള ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നേരെ ബാക്കിലോട്ട്, മേലുള്ള ബട്ടൺ നോക്കി കഴിഞ്ഞാൽ മുന്നോട്ട് റിവേഴ്സ് പോകും. പിന്നെ അഡീഷണൽ വരുന്ന കണ്ടില്ലേ, ഈ DPI എന്ന് പറഞ്ഞ ബട്ടണാണ്. സോ DPI ബട്ടൺ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, സെൻസിറ്റിവിറ്റി സ്പീഡാണ്. നമ്മുടെ കൈ മൂവ് ചെയ്യുന്നതിന് വെച്ചിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 4 പ്രഷർ സ്പീഡ് ഇതിനകത്തുണ്ട്. നമുക്കത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ലൈറ്റാണ് നമ്മുടെ ചാർജിങ് ഇൻഡിക്കേറ്റർ. പിന്നെ ഈ വരുന്നതാണ് ഇതിൻ്റെ 2.4 GHz റീഡറിൻ്റെ പ്ലേസ്മെൻറ്റ്. നമുക്ക് ഇവിടെ തന്നെ മിസ്സാവാതെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മൗസാണ്. ഇത്രയും സൈലൻ്റ് ആണ്. സെയിം ടൈം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലിക്കുമാണ്. സെയിം ടൈം നിങ്ങൾ നോക്കി ലെഫ്റ്റ് സൈഡിലൊരു തമ്പ് റെസ്റ്റും ഉണ്ട്. സോ നമുക്കതിനെ പിടിക്കുമ്പോൾ വളരെയധികം സോഫ്റ്റായിട്ടും ക്ലീൻ ആയിട്ടൊക്കെ തോന്നും. എനിക്ക് ആകെ ഒരു പോരായ്മയായിട്ട് ഇതിന് തോന്നിയത്, ക്ലിക്ക് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ മുമ്പ് ഒരു ക്ലിക്ക് ക്ലിക്ക് എന്നുള്ള സൗണ്ടിൽ കേട്ട് നമ്മളതിൽ പ്രസ് ചെയ്യുന്നതൊക്കെ ഫീൽ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു വളരെ സൈലൻ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് മാറിയപ്പോൾ അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, ബട്ട് ആ ഒരു ഫീൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആപ്പിളിൻ്റെ മാജിക് മൗസ് ഒക്കെ യൂസ് ചെയ്യുന്നൊരു സെയിം അത് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല, ബട്ട് നമുക്ക് ആ ഒരു മൂഡ് കിട്ടുന്നുണ്ട് ഫൈനലി. ഇനി ഇതിൻ്റെ വില, സ്വാഭാവികമായിട്ടും വില തോന്നുന്ന ലുക്ക് തന്നെയുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 600 rupees മാത്രമാണ്. 600 rupeesന് ഈ ഒരു സംഭവം പ്യുവർലി വർത്താണ്. ഈ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ലിങ്കിന് താഴെ കൊടുത്തേക്കാം. സോ വേണ്ടവർ കയറി പർച്ചേസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇടിവെട്ട് സാധനമായിട്ട് വരുന്നവരെ ബൈ.